അങ്ങനത്തെ ഒരു പൊന്നോടെ കാലം കൂടി വന്നെത്തിയില്ലേ. അപ്പം നാളെ ദാ അത്തം തുടങ്ങുകയല്ലേ. അപ്പോൾ പൂത്തറ ഇടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് കേട്ടോ മണ്ണ് എടുത്തിട്ട് ഒരു മട പോലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ആ പൂത്തറ ഇടാനുള്ള സ്ഥാനത്ത് മണ്ണൊക്കെ ഇട്ടിട്ട് നല്ലോണം പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടയറിനുള്ളിൽ മണ്ണ് നിറച്ചിട്ടും പൂത്തറ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ടയർ ഇല്ലാത്തതുകൊണ്ട് ഇത് അങ്ങനെയാണ് ചെയ്യണത്. ഞാൻ ചെയ്യുമ്പോൾ എന്തോ ഒരു അപാകത പറ്റി കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അമ്മേനെ വിളിച്ചു. അമ്മ വന്നിട്ട് മണ്ണൊക്കെ ഒന്ന് കുഴച്ച് ഒരുവിധമാക്കി തന്നു കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഞാൻ സെറ്റാക്കി അവസാനം ചട്ടികയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിനിപ്പിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ പൂത്തറ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത്തത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ആ പൂത്തറയിൽ ആദ്യം ചാണകം തേച്ച് നല്ലോണം മിനിപ്പിക്കണം കേട്ടോ. എന്നിട്ടൊരു ചാണകത്തിൻ്റെ ഒരു ഉണ്ട നടുവിൽ ഇങ്ങനെ വെക്കണം കേട്ടോ. എനിക്ക് അങ്ങനെ വെക്കുമ്പോഴാട്ടോ ഒരു തൃപ്തിയാവുക. നിങ്ങളിങ്ങനെയൊക്കെയാണോ പൂടാന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീട്ടിലുണ്ടായിരുന്ന കൃഷ്ണഗിരിയുടെ ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ. അതും അറുത്തു. പിന്നെ കടയിൽ നിന്ന് ഏട്ടനും അച്ഛനെയൊക്കെ പൂവ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പൂവുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവസാനം നമ്മുടെ മുക്കുറ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഉണ്ടയിൽ കണ്ടില്ല, ആ ഉണ്ടയിൽ ഞാൻ 2 റോസ് പൂ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും സാധനക്കുട്ടിയും പാടായിട്ടോ പൂക്കൾ ഒരുക്കിയത്. അപ്പോൾ അത്രേ ഉള്ളൂ.